പാവം പിടിച്ചൊരമ്മ. അത് ആ റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. അപ്പം മകൻ പറയുന്നത് മോൻ്റെ കാര്യങ്ങൾ മാത്രം കേട്ട് നിൽക്കുന്ന ഇതിൽ വേറൊരു തലവും കൂടി ഉണ്ട്. ചേച്ചിയുടെ ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും തിയേറ്ററിൽ നിന്ന് പേടിച്ചു പോയിട്ടുണ്ട്. അത് മാത്രം കണ്ടാൽ തന്നെ പേടിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടാണ് വന്നേ. ഇപ്പോൾ ഓഡീഷന പരിപാടികൾ എന്തെങ്കിലും ഉണ്ടാവുമോ. അത് ചേച്ചി തന്നെയാണോ അത് ആ ഒരു ഫിസിക്കൽ സംഭവങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളത് പലരും ഇപ്പം തന്നെ ആളുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി തന്നെ ചെയ്തതാണോ അതൊക്കെ? ഞാൻ തന്നെയാണ്. പക്ഷെ ആള് പെട്ടെന്ന് വല്ലാണ്ടായിപ്പോയി. ഈ ക്യാരക്ടർ എങ്ങനെയാ അവരെ കൊണ്ട് ചെയ്യിക്കും? സപ്പോസ് ചേച്ചിയാണ് എൽസമ്മ എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഒരിക്കലും ഇല്ല. ലാൽ സാറിന്റെ മോനെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ പറ്റത്തില്ലായിരുന്നു. നമുക്കിപ്പോൾ ഭ്രമയുഗം പോലെ ലെജൻഡ് ഒരു ഡയറക്ടറെ കീഴിലൊരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റിന്റെയും ഒരു ആഗ്രഹത്തിൽപ്പെട്ട കാര്യമായിരിക്കുമല്ലോ. ഉള്ളൊഴുക്കിലെ ഉർവശി ചേച്ചിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കത് ആഗ്രഹമുള്ളതെന്ന് പറയുന്നത് അതൊക്കെ അങ്ങനത്തെ ഒരു കാരണം ഭയങ്കര ഡെപ്ത് ആണല്ലോ ആ ക്യാരക്ടറിന്. ലാൽ സാറിനെ കണ്ടപ്പോൾ ആദ്യമേ ഞാൻ കൈകൂപ്പിപ്പോയി. പിന്നെ സെറ്റിൽ കാണുന്ന ടൈമിലൊക്കെ അദ്ദേഹം കൈ ഒക്കെ തൊഴുതിങ്ങനെ കാണിക്കുമായിരുന്നു. അതിന് ജല്ലിക്കെട്ട് ചെയ്തിരുന്നു കേട്ടോ. ജല്ലിക്കെട്ടായിരുന്നു ആദ്യ സിനിമ. ജല്ലിക്കെട്ടിൽ നമ്മുടെ അവിടെയായിരുന്നു അതിന്റെ ഷൂട്ട്. ഒരു രണ്ടാം ഭാഗം നമുക്ക് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമോ? DSരെ കണ്ടിട്ടുള്ള ആരും തന്നെ മറക്കാനിടയില്ലാത്ത കഥാപാത്രമാണ് എൽസമ്മ. പ്രണവ് മോഹൻലാലിനോടൊപ്പം കട്ടയ്ക്ക് അഭിനയിച്ച് തകർത്ത ജയാകുറിപ്പാണ് ഇന്ന് റിപ്പോർട്ടറിനോടൊപ്പം ചേരുന്നത്. പലരും വിളിക്കുകയും ഇതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോട്ടബിൾ ആയിട്ടുള്ള അങ്ങനെ ആരെങ്കിലും വിളിച്ചതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ദിലീഷ് സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ദിലീഷ് പിന്നെ ബിബിൻ ജോർജ്, പിന്നെ കുറെ ഡയറക്ടേഴ്സ് വിളിച്ചു. നിഖില അന്ന് തന്നെ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് നന്നായി. പിന്നെ ലിജോ മോള് മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെ കുറെ മെസ്സേജുകൾ പിന്നെ കോളുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇർഷാദ് പരേരി അയൽവാശി ഡയറക്ടർ, പിന്നെ നമ്മുടെ ജിത്തു അഷ്റഫ് സാറ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഡയറക്ടർ, പിന്നെ കണ്ണൂർ സ്കോഡിന്റെ ഡയറക്ടർ, അങ്ങനെ കുറെ പേര് സെലക്റ്റീവായ കുറെ പേര് വിളിച്ചു. മൊത്തത്തിലൊരു വൈബിലാണ്. ചേച്ചി, നമ്മള് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ചേച്ചിയുടെ ക്യാരക്ടർ വരുമ്പോൾ യാതൊരു സംശയവും തോന്നാത്ത രീതിയിലാണ് ആ ഒരു നമുക്കൊരു തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു വീട്ടു ജോലിക്കാരി എന്നതിനപ്പുറം ഈ ഒരു സിനിമയെ മാറ്റിക്കളയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സിൽ വന്ന് ഇത്രയും ഞെട്ടിച്ച് കളയുന്നൊന്നും നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ചേച്ചി ഉൾക്കൊണ്ടത്? അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണ്? മാത്രമല്ല ചേച്ചിയുടെ ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും തിയേറ്ററിൽ നിന്ന് പേടിച്ചു പോയിട്ടുണ്ട്. അത് മാത്രം കണ്ടാൽ തന്നെ പേടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു ക്യാരക്ടറിൻ്റെ എടുത്ത രീതി എങ്ങനെയായിരുന്നു? അത് കുറേ ടൈം എടുക്കേണ്ടി വന്നിട്ടുണ്ടോ ആ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട്? ടൈം എടുക്കേണ്ടി വന്നില്ല. അത് രാഹുൽ സദാശിവന്റെ ഇടപെടലുകൾ അതുപോലെയായിരുന്നു. നമുക്ക് പറഞ്ഞു തരുന്ന രീതിയും പിന്നെ നമുക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി എനിക്ക് ഇന്നത് വേണം, അത് എനിക്കത് മതി, ബാക്കി ചേച്ചിയുടെ സ്പേസിൽ കയറിയിട്ട് ചെയ്തു. അങ്ങനെ ഒരു ഫ്രീഡം നമുക്ക് ഉള്ളിടത്തോളം നമുക്കത് പിന്നെ നമ്മളുടെ രീതിയിലേക്ക്. അപ്പം അദ്ദേഹത്തിന് വേണ്ടത് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടണം. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് പിന്നെ ഒരു സ്പേസ് തന്നത് കൊണ്ടാണ് എനിക്ക് അത്രയും അത് വന്നത്. ചേച്ചി എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ പഠിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ നമ്മൾ എങ്ങനെയാ അതായി മാറാനുള്ള ശ്രമങ്ങൾ നടത്താറ്? അപ്പോൾ പലർക്കും പല രീതിയിലുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു മെത്തേഡ് ആക്ടിങ്, അങ്ങനെയുള്ള ചേച്ചി ഏത് അപ്രോച്ചാണ് എടുക്കാറ്? മെയിൻ കൊടുക്കുന്നത് ഡയറക്ടർ പറയുന്നത് അനുസരിച്ച് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കണമെന്ന് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ചില അമ്മ ക്യാരക്ടറാണല്ലോ കൂടുതൽ ചെയ്യുന്നത്. അപ്പം അമ്മ നടക്കുന്നത് എടുക്കുന്നത്. പിന്നെ ആ ക്യാരക്ടറിന് നമുക്കൊരു ബാക്ക് ഹിസ്റ്ററി നമ്മൾ ഉണ്ടാക്കാറുണ്ട് ചില സമയങ്ങളിൽ. അവരെന്തായിരുന്നു ഇപ്പം ഡയറക്ടർ ചിലപ്പം അങ്ങനെ നമുക്ക് പറയില്ലല്ലോ, ആ ക്യാരക്ടർ ഇന്നതാണ് ചേച്ചി ആ ടൈമിൽ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിന്തിച്ച് ബാക്കിലേക്ക് കുറെ ചിന്തിച്ച് അവരെന്താണ്, അവരെവിടെ ആയിരുന്നു എന്നൊക്കെ കുറെ ചിന്തിച്ച് കാര്യങ്ങൾ അവർക്കൊരു ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ട് നമ്മളത് ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ഓക്കെയാണ്. അങ്ങനെയാണ് ഞാൻ ക്യാരക്ടറിനെ കൂടുതൽ കാണാറുള്ളത്. ക്യാരക്ടറിനെ ക്യാരി ചെയ്യുന്ന ആ ഒരു വഴിയാണ്. DSരിയിലേക്ക് എങ്ങനെയാണ് ചേച്ചി എത്തിപ്പെട്ടത്? അതിൻ്റെ ഒരു ഓഡിഷൻ വഴിയായിരുന്നോ അതോ?
അല്ല, ഓഡീഷൻ ആയിരുന്നില്ല. എനിക്ക് ഉള്ളൊഴുക്കം, പിന്നെ നമ്മുടെ കൊണ്ടലിനകത്ത് ഒരു അമ്മയുടെ ക്യാരക്ടർ ചെയ്തതിനകത്ത് പാർവതിയുടെ അമ്മയും കൊണ്ടലിലെ മേക്കപ്പ്, അത് ഭയങ്കര ഡൾ മേക്കപ്പ് ആയിരുന്നു. ആ ക്യാരക്ടറും മേക്കപ്പുമാണ് രാഹുലിനെ ഞാൻ ഈ ക്യാരക്ടർ ചെയ്താൽ ഓക്കെ ആണെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പിച്ച കാര്യം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ആ ഫോട്ടോ ഒന്നുകൂടെ കാണിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അതിൽ എഡി സെക്ഷനിലെ ഒരു സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ആളാണ് എന്നെ വിളിച്ചത്. മീറ്റിങ്ങിന് വിളിച്ചു. അപ്പം ഫസ്റ്റ് മീറ്റിങ്ങിൽ ഔട്ട്ലൈനൊക്കെ പറഞ്ഞു, നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു. സെക്കൻഡ് മീറ്റിങ്ങിൽ ഓക്കെ, ഫസ്റ്റ് തന്നെ അവർ ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ അതിന് ഞാൻ ഓക്കെ ആണെങ്കിൽ രാഹുൽ ഓക്കെയാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം അതിൽ ചേച്ചിനെ അല്ലാതെ വേറൊരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല, ആ ക്യാരക്ടറിന് ചേച്ചിനെയാണ് ഞാൻ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ ഭ്രമയുഗം പോലെ ലെജൻഡ് ഒരു ഡയറക്ടറെ കീഴിൽ സിനിമ ചെയ്യാന്ന് പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റിൻ്റെയും ഒരു ആഗ്രഹത്തിൽപ്പെട്ട കാര്യമായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഓക്കെ ആയിരുന്നു 100%. ഇപ്പോൾ രാഹുൽ സദാശിവന്റെ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭ്രമയുഗം, ഭൂതകാലം, ഈ പടം ആണെങ്കിലും ഈ ഹൊറർ ജോണറിൽ പെട്ട പടങ്ങളാണ്. അപ്പം ആ തരത്തിലുള്ള ഒരു പടമാണ് ഞാൻ ചെയ്യുന്നത്, അതിലേക്കാണ് വരുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ ഒരു ഇത്രയും ഡെപ്തുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഫീൽ? ഹൊറർ മൂവിയാണെന്ന് അന്നേരം പറഞ്ഞിരുന്നു. പിന്നെ ക്യാരക്ടറിന്റെ ഒരു ഇൻവോൾവിങ് എന്നതാണ് ഈ സിനിമയിലെന്ന് പറഞ്ഞപ്പോൾ ഹാപ്പിയായി, ചെയ്യാനുള്ള ത്രില്ലിംഗ് ആയി. എങ്ങനെയാണ് അതിനെ മോഡുലേറ്റ് ചെയ്ത് എടുക്കണ്ടേ എന്നുള്ളത് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ. ആസ് എ ഡയറക്ടർ രാഹുൽ സദാശിവന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അദ്ദേഹം ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നു രാഹുൽ വളരെ എന്താ സിമ്പിളായിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം അതൊക്കെ ഒരു ക്യാരക്ടറിന്, ഒരു വ്യക്തിയെ കണ്ടാൽ ആ ക്യാരക്ടറിന് അദ്ദേഹം ഓക്കെ ആണെന്ന് അത് കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ പെട്ടെന്നാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പേടിച്ചിട്ടാണ് വന്നേ, ഇപ്പോൾ ഓഡീഷനോ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് വന്നപ്പോൾ, ഇല്ല ചേച്ചി ഒന്നും ചെയ്യണ്ട, ചേച്ചി അതിന് ഓക്കെയാണോ, എനിക്ക് ഓക്കെയാണ് ചേച്ചി, ഓക്കെ ആണെന്ന് മാത്രമേ പറഞ്ഞാൽ മതി. അപ്പം അദ്ദേഹം ഒരു വ്യക്തിയെ കണ്ടാൽ അവരുടെ അഭിനയശേഷി എത്രമാത്രം ഉണ്ടെന്ന് ഒബ്സർവ് ചെയ്യുന്നൊരു വ്യക്തിയാണല്ലോ. അല്ലെങ്കിൽ ഇന്നൊരു സിനിമ കണ്ടിട്ട് നമ്മൾ ആ ക്യാരക്ടറിന് ഓക്കെ ആണെന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ, അപ്പോൾ അദ്ദേഹം അതിനെ അത്ര ഡെപ്തിലായിരിക്കും ഒരു വ്യക്തിനെ മനസ്സിലാക്കുന്നത്, ഒരു ആക്ടറിനെ മനസ്സിലാക്കുന്നത്. ചില ആക്ടേഴ്സൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, അവരുടെ ചില സീനിലൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് എടുത്ത് ചില സംഭവങ്ങളൊക്കെ എടുത്തിടാറുണ്ട്. അങ്ങനെയുള്ളൊരു സ്പേസ്, ഫ്രീഡം ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സീനിൽ അങ്ങനെ ചേച്ചിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫേഷ്യൽ എക്സ്പ്രഷനോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? അത് ആ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ സാധനം എനിക്ക് വേണം, അതിനപ്പുറത്തേക്ക് ചേച്ചി ചെയ്തു എന്ന് പറയുന്നൊരു, പിന്നെ ഇത്രയും പോവാ അത് അതിലൊതുങ്ങിയതായിരിക്കണം എന്നുള്ളതാണ്. കാരണം ആ ഒരു മറ്റേ സ്പേസിനുള്ളിൽ നിന്നിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയ നിമിഷങ്ങളുണ്ട്, അദ്ദേഹം നമുക്ക് ക്ലാപ്പ് തന്ന നിമിഷങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് ചില സമയത്ത് നമ്മുടെ ബോഡി ആവശ്യപ്പെടും. ചില സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, അത് നമുക്ക് അതങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്കും അത് അവർക്ക് ഓക്കെ ആയിരിക്കും. അത് കാരണം നമുക്ക് ചെയ്യണം, ക്യാരക്ടറായിട്ട് വരുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചില സാധനങ്ങളുണ്ട്. അങ്ങനെ ചെയ്ത നിമിഷങ്ങളുണ്ട്. മൊത്തത്തില് സെറ്റ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഒരു ഹൊറർ മൂവിയാണ്, അപ്പോൾ അതിൻ്റെ സെറ്റും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സെറ്റിൽ നിൽക്കുമ്പോൾ ശരിക്കും പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ വാച്ച് ചെയ്യുമ്പോൾ അത് ഓഫ് കോഴ്സ് പേടി ഉണ്ടാകും. നിങ്ങൾക്ക് ആ സെറ്റിൽ നിൽക്കുമ്പം എങ്ങനെയായിരുന്നു സെറ്റിലെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ? സെറ്റിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷമാണ് ഉണ്ട് അല്ലേ, ഒരു മൂകത പോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും നമ്മൾ ക്യാരവാനി ഭയങ്കര വരുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും കൂടെ കോമഡിയൊക്കെ പറഞ്ഞ്. ഇതിപ്പം മോണിറ്ററിന്റെ ബാക്കിലിരിക്കുമ്പോഴും ഇവരൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, രാഹുലും ബാക്കി ടീമുകളെല്ലാം. ഇപ്പം ഞങ്ങൾ പോയിരിക്കുമ്പോഴാണേലും കോമഡിയൊക്കെ പറഞ്ഞിട്ടിരിക്കും. പക്ഷെ അത് ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുന്നേ തൊട്ട് എല്ലാവരും ആ ഒരു വൈബിലേക്ക് വരും, ആ ഒരു മൂഡിലേക്ക് വരും. അപ്പൊ ആ ഒരു പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ആ ഒരു വീട്, ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടറിന്റെ വീട് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ശരിക്കും സെറ്റ് ഇട്ടതായിരുന്നോ അതോ? സെറ്റ് ഇട്ടായിരുന്നു അല്ലേ. അപ്പൊ അതിലെ ഒരു ഫീൽ എന്ന് പറയുമ്പോൾ മൊത്തത്തില് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. അപ്പൊ അതങ്ങനെ തോന്നിയിരുന്നു ശരിക്കും? ചേച്ചി അവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട്, നെഗറ്റീവ് ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു? തോന്നിയിട്ടുണ്ടായിരുന്നു. അതിലെ ഓരോ സെറ്റിങ്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നല്ലോ. അപ്പം അതില് മൊത്തം നൈറ്റ് തന്നെയായിരുന്നു ആ ഒരു ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നത്? നൈറ്റ് ഷിഫ്റ്റ് എന്നുള്ള പ്രൊഡക്ഷന്റെ പേര് തന്നെ നൈറ്റ് ആയിരുന്നു.
ചേച്ചി എങ്ങനെയാണ് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഇപ്പം ചെയ്ത ഒട്ടുമിക്ക കഥാപാത്രങ്ങളും അമ്മ വേഷങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള വേഷങ്ങളാണോ ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ എങ്ങനെയാണ് പിക്ക് ചെയ്യുന്നത് കഥാപാത്രങ്ങൾ? അല്ലെങ്കിൽ അല്ലാത്ത വേഷങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണോ, അതോ വരാത്തത് കൊണ്ടാണോ, എങ്ങനെയാണ്? എനിക്ക് വരുന്നതെല്ലാം അമ്മ ക്യാരക്ടേഴ്സ് ആണ്, ഏജ്ഡ് ക്യാരക്ടറാണ് എനിക്ക്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ചേച്ചി ചെയ്ത അമ്മ വേഷങ്ങളാണെങ്കിൽ, ഇപ്പൊ പൊന്മാൻ എടുക്കുകയാണെങ്കിലും അയൽവാശി, ഇപ്പൊ എല്ലാം ചെയ്ത സിനിമകളൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധ നേടിയിട്ടുള്ള പടങ്ങളാണ്. അപ്പം അതിൽ തന്നെ അമ്മ വേഷങ്ങളാണെങ്കിലും ഡിഫറെന്റ് ആണ്. അമ്മ എന്നുള്ളതിനപ്പുറം എല്ലാ അമ്മ വേഷങ്ങളും ഒരു വ്യത്യസ്തത ഉണ്ട്. അപ്പം അതിൽ എങ്ങനെയാണ് അത് പിക്ക് ചെയ്യുന്ന രീതി, എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് ഇത് ഞാൻ ചെയ്താൽ നന്നാവുന്ന എങ്ങനെയാ തോന്നുന്നത്? അത് നമ്മളെക്കാൾ ഉപരി ടീമിനല്ലേ, അവർക്ക് ഡയറക്ടർമാർക്ക് തോന്നണാണല്ലോ. പിന്നെ ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ അവർ ചെയ്യും, അവർ ഓക്കെ ആണെന്ന് അവർക്ക് തോന്നല്. അതായത് ഞാൻ മലയും കുഞ്ഞ് ചെയ്തു വെച്ചതിന്റെ ബേസിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പം അങ്ങനത്തെ ക്യാരക്ടറുകൾ വരുന്നതും അങ്ങനെ തന്നെയാണ്. ഏജ്ഡ് ക്യാരക്ടർ ഇപ്പൊ വരുമ്പോഴാണല്ലോ ഏജ്ഡ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്, ഏജ്ഡ് അല്ല എന്നല്ല, അങ്ങനെയാണ് വരുന്നത്. അപ്പം അപ്പൊ അത് അങ്ങനെയുള്ള ക്യാരക്ടറാണ് നമുക്ക് കൂടുതൽ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി കഥയിലും എന്തെങ്കിലും ഡെപ്ത് ഉള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അതിനുശേഷം ഒന്നും ഇല്ലാത്തൊരു പരിപാടിക്ക് നമ്മളെ വിളിക്കലില്ല. അവരുടെ തന്നെ ഒരു ഇതാണ്, ഇടപെടലാണ്. അവർക്ക് ഈ ക്യാരക്ടർ ഈ ചേച്ചി ചെയ്താൽ ഓക്കെയാണ് എന്ന് തോന്നുന്നതുകൊണ്ട് വിളിക്കുന്നു. പിന്നെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് സെലക്ട് ചെയ്യാനൊന്നുമില്ല. കാരണം വരുന്നത് ഇതായതുകൊണ്ടും പിന്നെ ചെയ്യുന്ന ക്യാരക്ടറുകൾ എല്ലാം നമുക്ക് എനിക്ക് തോന്നുന്നു ഹൃദയപൂർവ്വത്തിലാണ് അമ്മവേഷം അല്ലാതെ ഡിഫറെന്റ് ക്യാരക്ടർ. അതെ അതെ അതെ, അത് സത്യൻ സാർ പറഞ്ഞിട്ടാണ് ഉള്ളൊഴുക്കിലെ ക്യാരക്ടർ കണ്ടിട്ട് ജയ തന്നെ വിളിക്കുന്ന പറഞ്ഞിട്ട് വിളിച്ചതെന്ന് അന്നാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞു എനിക്ക് സ്വപ്നം കണ്ടിരുന്നതാണ് സാറിൻ്റെ കൂടെ ഒരു മൂവി ചെയ്യാന്നുള്ളത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് എല്ലാം അതിന്റെ സമയമാകുമ്പോൾ വരും ചെയ്യുന്നു പറഞ്ഞു. എല്ലാതിന്റെ സമയമാകുമ്പോൾ സിനിമയിലെ ഡയലോഗ് തന്നെ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നമുക്ക് തോന്നുമല്ലോ നമുക്ക് ഇന്നൊരു ക്യാരക്ടർ കിട്ടിയാൽ അടിപൊളിയാക്കാം എന്ന് തോന്നുമല്ലോ. അപ്പം ഇന്നൊരു ക്യാരക്ടർ കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ, അത് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും? അതെനിക്ക് തോന്നിയത് ഉള്ളൊഴുക്കിലെ ഉർവശി ചേച്ചിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വന്നാല് ഒരു പരിപാടികൾ നന്നായി ചെയ്യാൻ പറ്റും. അല്ല നമുക്കത് ആഗ്രഹമുള്ളതെന്ന് പറയുന്നത് അതൊക്കെ അങ്ങനത്തെ ഒരു, കാരണം ഭയങ്കര ഡെപ്ത് ആണല്ലോ ആ ക്യാരക്ടറിന്. അതൊക്കെ ചെയ്യാൻ അങ്ങനത്തെ ക്യാരക്ടറുകളൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനങ്ങനെ എല്ലാ ക്യാരക്ടറുകളും ചെയ്യാനായിട്ട് ഞാൻ ഓക്കെയാണ്. അതായത് ഇപ്പം ആക്ടർക്ക് അതന്നെയാണല്ലോ വേണ്ടത്. അതെ, അപ്പൊ അതിനകത്ത് നമ്മള് ബാക്കി കാര്യങ്ങളൊന്നും നോക്കാറില്ല. മേക്കപ്പോ എന്തെങ്കിലും സിനിമയിൽ നമുക്ക് സ്ക്രീൻ സ്പേസ്, അതുപോലെ ആ കഥയിൽ എന്തെങ്കിലും ഒരു ഈ ഒരു ക്യാരക്ടറിൻ്റെ കഥയിൽ വേണം ഈ ഒരു ക്യാരക്ടർ എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് എനിക്കത് ഓക്കെയാണ്. അപ്പൊ നമ്മള് എൽസമ്മയുടെ അടുത്ത് പരിശോധിച്ച് നോക്കുമ്പം എൽസമ്മ ആദ്യം വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത് ആ ഒരു കഥാപാത്രം. പിന്നീട് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു, ഹൈ എനർജി, ആ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് ഉയരുന്നു. പിന്നീട് ആ ഗ്രാഫ് അതുപോലെ തന്നെ താഴുകയും ചെയ്യുന്നുണ്ട്. ഒരു 3 ഇമോഷൻസിലൂടെയാണ് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും ഈ ഒരു ക്യാരക്ടർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു 3 ഇമോഷൻസിനെയും ചേച്ചിനെയും ഡീൽ ചെയ്തത്? ആ ഒരു കഥാപാത്രം കാരണം അങ്ങനെയാണ് അത് വന്നു പോകുന്നത്, അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? ആ ഇമോഷൻ ബാലൻസിങ് എങ്ങനെയായിരുന്നു? അത് അവർ പറഞ്ഞു തന്ന രീതി തന്നെയാണ്. രാഹുലിന്റെ ഇടപെടൽ തന്നെയാണ് അത്. ചേച്ചി ഇങ്ങനെയാണ് ആ ക്യാരക്ടർ ആദ്യം, പിന്നീട് അവർ ഇങ്ങനത്തെ ഒരു വേറൊരു രീതിയിലേക്ക് പോകുന്നു. പിന്നെ ഫസ്റ്റ് അവരിലേക്കൊരു സിമ്പതി, അത് ഈ പറഞ്ഞ മാതിരി എനിക്ക് ആ ഒരു ഇമോഷൻ നമ്മൾ എടുക്കുക എന്നുള്ള ഇതാണ്. അതുപോലെ തന്നെ പ്രണവിന്റെ ഒപ്പമുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മൊത്തത്തിലുള്ള സെറ്റിലാണെങ്കിലും ആ ഒരു ക്ലൈമാക്സ് ഷൂട്ടിലാണെങ്കിലും, പ്രത്യേകിച്ചും ആ ഒരു സീനിലായിരുന്നു നിങ്ങൾക്ക് വരുന്നൊരു കോംബോ കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ അതെങ്ങനെയായിരുന്നു? പ്രണവിനോട് സംസാരിക്കാൻ പേടിയായിരുന്നു ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പേടിയെന്ന് പറയണത് നമ്മള് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇപ്പം എങ്ങനെയാ സംസാരിക്കാൻ, അത് നമുക്കിപ്പം അവര് വേഷം ചെയ്യുന്ന ടെൻഷനിലൊക്കെ നിൽക്കുമ്പോഴേ നമ്മൾ പോയിട്ട് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. ആളവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഞാൻ നോക്കാനൊന്നും പോയില്ല. കാരണം ക്രൗഡ് സീനാണെന്ന് ഞാൻ ഫസ്റ്റ് ആ പുള്ളീനെ കാണുന്നത്. അപ്പൊ ആള് എൻ്റെ സീൻ വന്ന സമയത്ത് ഞാനിങ്ങനെ നിന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് ചിരിച്ചു കാണിച്ചു ആദ്യം.
അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ചിരിച്ചേ ഉള്ളൂ. ഞാനങ്ങനെ കൂടുതലായിട്ട് ചിരിച്ചില്ല. കാരണം അതിൻ്റെ ഒരു മൂഡിൽ നിൽക്കുകയായിരുന്നു, ക്യാരക്ടറിൻ്റെ മൂഡിൽ. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് അടുത്തേക്ക് വന്നിട്ട് ചേച്ചി നമ്മൾ പരിചയപ്പെട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു തിരക്കാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞു. നമുക്ക് പിന്നീട് ക്ലൈമാക്സ് ടൈമിലാണ് നമ്മൾ കാണുന്നത്. അത്രയും ആദ്യം കണ്ടില്ല. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ചിരിച്ചു കാണിക്കും. പ്രണവിനൊപ്പമുള്ള ആ ഒരു ക്ലൈമാക്സ് സീനിൽ ഒരുപാട് കായികപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരം ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അപ്പം അത് എങ്ങനെയായിരുന്നു? അത് കൂടുതൽ ടൈം എടുത്തിട്ടായിരുന്നോ പരസ്പരം ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിന് കുറച്ചും കൂടെ ടൈം വേണ്ടിയിരുന്നോ അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ? 4 ദിവസമൊക്കെ ഉള്ള പരിപാടികളൊക്കെ ആയിരുന്നു കൂടുതൽ. പിന്നെ നല്ല ഈ പറഞ്ഞ റിഹേഴ്സൽ വേണ്ടി റിഹേഴ്സൽ കുറച്ചൊക്കെ. പിന്നെ ആള് നല്ല ചില്ലായിട്ട് നിൽക്കുകയായിരുന്നു. അതായത് ഇതിപ്പോ നമുക്ക് ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. അപ്പൊ നമ്മളൊരു ആക്ടർ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. അപ്പുറത്ത് നിൽക്കുന്ന ആളും കൂടെ, ഇപ്പം പ്രണവനാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് വേണല്ലോ. പിന്നെ മാത്രമല്ല വളരെ ടൈമിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സീനും കൂടിയാണ്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു? ഒരു റിഹേഴ്സൽ മുമ്പ് നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തിട്ടായിരുന്നോ? ടൈമിൽ കാണിച്ചിരുന്ന പരിപാടികളായിരുന്നു. അപ്പം നമുക്കത് ഈ പറഞ്ഞാലോ വഴങ്ങി വരിക. പിന്നെ ആള് അവര് പിള്ളേർ സെറ്റല്ലേ, അപ്പൊ അവര് ചേച്ചി ഇങ്ങനെ എന്നൊക്കെ പറയും. ആള് നല്ല കൂളായിട്ട് നിന്നതുകൊണ്ട് തന്നെ, സിമ്പിളായിട്ട് നിന്നതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര പെട്ടെന്ന് ഇവ പറഞ്ഞ പോലെ ക്യാച്ച് ചെയ്യാൻ പറ്റി. പിന്നെ ചേച്ചി ഓക്കേലോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അവർക്ക് ഭയങ്കരമായിട്ട് ഒരു പരിധിവരെ എനിക്കത് അത് തന്നെയാണ് ചെയ്യാനായിട്ട് ഉള്ളൊരു പ്രേരണ. കാരണം നമ്മള് കോ ആക്ടർ അങ്ങനെ നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ അത് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. അത് ലാൽ സാറിന്റെ മോനെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ പറ്റത്തില്ല. അല്ലാതെ ഇതിപ്പോ ഞാൻ ആരുടെ കൂടെ ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇപ്പൊ ഫഹദിന്റെ കൂടെ ചെയ്തപ്പോഴാണേലും നമ്മള് ഫഹദ് ഫാസിലാണ് നിക്കണെന്ന് ഒരു പക്ഷെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഏത് ആക്ടർ കൂടെ വന്നാലും ഇപ്പം നമ്മളുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോഴാണല്ലോ നമുക്കത് കൂടുതൽ അതിനകത്തേക്ക് ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങാൻ പറ്റുക. അങ്ങനെ തന്നെ ചിന്തിച്ചിരുന്നിട്ടാണ് ചെയ്തത്. ഓക്കെ. ഇപ്പം ചേച്ചി ആ ഒരു സീനിൽ തന്നെ, എനിക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല, സ്പോയിലറാണ്, ഈ മഴ കൊണ്ടുവരുന്ന സീനൊക്കെ ഇപ്പം ഭയങ്കര ട്രോളായിട്ട് എടുക്കുന്നുണ്ട്. ആ തള്ളയ്ക്ക് ഭ്രാന്താടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പഴയ ഫിലോമിനയുടെ ഒരു സീനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു സീനിൽ എനിക്ക് തോന്നുന്നു നല്ല ഫിസിക്കലി സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത്യാവശ്യം സ്ട്രെങ്ത് ആണ്. അപ്പം അത് ചേച്ചി തന്നെയാണോ അത് ആ ഒരു ഫിസിക്കൽ സംഭവങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളത് പലരും ഇപ്പൊ തന്നെ ആളുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി തന്നെ ചെയ്തതാണോ അതൊക്കെ? ഞാൻ തന്നെയാണ്. കുറച്ച് കൂടുതൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വെളിപ്പെടുത്താൻ കുറച്ച്. ഓക്കെ. ഇപ്പൊ ചേച്ചി മുൻപ് ചെയ്ത കഥാപാത്രങ്ങൾ ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉള്ളൊഴുക്ക്, ഈ മലയൻ കുഞ്ഞിലെ ഈ അമ്മ വേഷം, അതിൽ നിന്നൊക്കെ അപ്പുറമായിട്ട് ഇപ്പം ഈ ഒരു കഥാപാത്രം ആളുകൾ വല്ലാണ്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ നോട്ടീസ് ചെയ്തത്. ഇപ്പം മലയൻ കുഞ്ഞായിരുന്നു ആദ്യമായിട്ട് കുറച്ച് ആളുകൾ നോട്ടീസ് ചെയ്യപ്പെട്ട ഒരു പടം. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇതാണ് വന്നത്. അപ്പം ആ ഒരു അമ്മ കഥാപാത്രങ്ങളിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ചേച്ചിക്ക് ഈ ഒരു ക്യാരക്ടറിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്? അത് പാവം പിടിച്ചൊരമ്മ, അത് ആ റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പം മകൻ പറയുന്നത് മോൻ്റെ കാര്യങ്ങൾ മാത്രം കേട്ട് നിൽക്കുന്ന ആ ഒരു ഇമോഷനിൽ മാത്രമാണ്. ഇതിൽ വേറൊരു തലവും കൂടി ഉണ്ട്. അത് ഈ പറഞ്ഞ ടോട്ടലി മറ്റു കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ ചേച്ചി പറഞ്ഞ പോലെ പാവം ആ ഒരു ടൈപ്പ്. അതെ അതെ അതെ. വളരെ ക്വയറ്റ് ആൻഡ് കാമായിട്ടുള്ള അമ്മ, മക്കൾക്ക് വേണ്ടി തന്നെ. ഇതും അങ്ങനെയാണെങ്കിലും വേറെ ഷെയ്ഡ്. പക്ഷെ ഇതൊരു വേറെ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ഇതൊരു വേറൊരു ഷെയ്ഡായി പോയില്ലേ? ഉള്ളൊഴുക്കിലും അങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡ് ആ ക്യാരക്ടറിനുണ്ട്. കാരണം അവരറിയാതെ ചെയ്തു പോകുന്ന കാര്യമാണെങ്കിലും ശരിയാണ്, അതിൻ്റെ ഒരു ഷെയ്ഡ് അവിടെ ഉണ്ട്, ഒരു 2 ലെയർ. ഈ സ്വയം തിയേറ്ററിൽ പോയി പടം കണ്ട ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ചേച്ചീനെ തന്നെ കാണുമ്പോൾ, ക്യാരക്ടർ കാണുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു? ഫസ്റ്റ് ടൈം ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ഒന്നും ആസ്വദിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. കണ്ടപ്പോഴൊക്കെ പേടിച്ചരണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സീനുകളൊന്നും അങ്ങനെ മൊത്തത്തിൽ എനിക്കത് ആസ്വദിക്കാൻ പറ്റില്ല. സെക്കൻഡ് ടൈം കണ്ടപ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഡയലോഗ് ഒക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നുള്ളത് കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ
തിയേറ്ററിൽ കൈയടിച്ചൊരു സീനുണ്ട് എല്ലാരും. അപ്പൊ അത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യം എനിക്ക് വിഷമം തോന്നി, നമ്മളെന്നെ ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോ അതിനെ ആസ്വദിച്ചെടുത്ത്, കാരണം അതിന്റെ രീതി, കാരണം ആ ഒരു ക്യാരക്ടറിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ് എനിക്ക് തോന്നുന്നു അല്ലെ. ചെയ്തത് ഓക്കെ ആകുമ്പോഴാണല്ലോ ആളുകൾ കൈയടിക്കുക. ഡയറക്ടറിന്റെ കൂടെ ക്രൂ മെമ്പേഴ്സുമായിട്ട് തിയേറ്റർ സർപ്രൈസ് വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആളുകൾ നേരിട്ടാണല്ലോ റെസ്പോൺസ് പറയുന്നത്. ഒരാൾക്ക് എന്നെ മനസ്സിലായില്ല എന്നുള്ളത്. ഒന്നാമത് ആ ക്യാരക്ടർ അങ്ങനെയാണല്ലോ, ആ ഒരു മേക്കപ്പും കാര്യങ്ങളും. ഇപ്പൊ എനിക്ക് തന്നെ പെട്ടെന്ന് ചേച്ചിനെ കണ്ടപ്പോ ഓക്കെ, ആ ഒരു ക്യാരക്ടറിന് ആണല്ലോ നമ്മളിപ്പോ ചേച്ചി ഇതുവരെ ചെയ്തു പോന്നിട്ടുള്ള നമ്മ കഥാപാത്രങ്ങളാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു മേക്കപ്പ് ചെയ്തിട്ടുള്ള ചേച്ചിനെയാണല്ലോ കാണുന്നത്. ഇപ്പൊ ഇത്രയും എങ്ങാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അത് മാറിപ്പോവാറുണ്ട്. ഞാൻ അയൽവാശി ചെയ്ത സമയത്ത് ഈ പൂജയ്ക്ക് ചെന്നപ്പോഴത്തേക്കും ഇത് ജയകുറുപ്പാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. പക്ഷെ ആള് പെട്ടെന്ന് വല്ലാണ്ടായിപ്പോയി. ഈ ക്യാരക്ടർ എങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കും? ബിനു പപ്പുവിന്റെ അമ്മയായിരുന്നു അതിനകത്ത്. അപ്പൊ അതങ്ങനെ പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. കൂടെ ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം ചെല്ലുമ്പോഴത്തേക്കും ചിരിച്ചു കാണിക്കൂല. അപ്പൊ ഞാൻ വിചാരിക്കും, ഈശ്വരൻ ചെയ്ത കാര്യമേ ഓക്കെ ആവാഞ്ഞിട്ടാണോ, അപ്പൊ അതിന്റെ ഒരു ഇറിറ്റേഷനാണ് അവർ കാണിക്കുന്നത് നമ്മൾക്ക് തോന്നിപ്പോവും. പക്ഷെ പിന്നീട് അയ്യോ ചേച്ചി മനസ്സിലായില്ല എന്ന് പറയുമ്പോഴാണ് നമ്മള് മൊത്തത്തിൽ നമ്മൾ ചേഞ്ച് ആണല്ലോ ആ ടൈമിൽ ചെല്ലുമ്പോൾ, നമ്മുടെ ഓൺ ഡ്രസ്സിൽ ചെല്ലുമ്പോഴൊക്കെ. അത് ഇവിടെ അങ്ങനെയൊക്കെ തന്നെ, ആർക്കും എന്നെ മനസ്സിലായില്ല കണ്ടിട്ട് ഇറങ്ങിയത്. പിന്നീടാണ് ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കിയിട്ടാണ് അയ്യോ ഇതല്ലേ. ഓക്കെ. ഹൃദയപൂർവ്വത്തില് മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ചേച്ചി? ലാൽ സാറിനെ കണ്ടപ്പോൾ ആദ്യമേ ഞാൻ കൈകൂപ്പിപ്പോയി. അത്രയ്ക്ക് ഞാൻ ലാലേട്ടാന്നാണ് നേരത്തെ നമ്മൾ വിളിക്കും, അങ്ങനെ പറഞ്ഞിരുന്ന ലാലേട്ട. പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാനല്ല തോന്നിയത്. അദ്ദേഹത്തെ കണ്ടപ്പം അറിയാതെ കൂപ്പിപ്പോയി, കൈ കൂപ്പി ഇങ്ങനെ. അപ്പോൾ അദ്ദേഹവും കൂപ്പി. പിന്നെ സെറ്റിൽ കാണുന്ന ടൈമിലൊക്കെ അദ്ദേഹം കൈ ഒക്കെ തൊഴുതിങ്ങനെ കാണിക്കുമായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിറ്റേ ദിവസമൊക്കെ കണ്ടില്ലെങ്കിൽ ചേച്ചി വന്നില്ലോ, ഒന്ന് കൈ തൊഴുതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പം ഈ ഒരു എൽസമ്മ എന്നൊരു ക്യാരക്ടർ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ആഭിചാരക്രിയകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ടല്ലോ നിരന്തരം ഇത് തന്നെ ഉണ്ട്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടല്ലോ. സ്ഥിരം എല്ലാ ദിവസങ്ങളും ന്യൂസുകൾ കാണുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ ഓരോ ന്യൂസ് കാണുമല്ലേ. അതുണ്ട്, ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്താണ് അങ്ങനെ അതിനോട് ചേച്ചിയുടെ ഒരു അഭിപ്രായം എന്താണ്? ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ അങ്ങനെ വിശ്വാസം. പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ നമ്മളുടെ എനർജിയാണ് ഏറ്റവും വലുത്. അത് നെഗറ്റിവിറ്റി കിട്ടുന്നിടത്തേക്ക് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, പോസിറ്റീവ് എവിടെ നിന്ന് കിട്ടുന്നത് അവിടെ നിന്ന് സ്വീകരിക്കുക. അതിനപ്പുറത്തേക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടു. പ്രേതങ്ങളിൽ വിശ്വാസമുണ്ടോ? പ്രേതങ്ങളിൽ വിശ്വാസമല്ല, ഒരു നെഗറ്റീവ് എനർജി. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എവിടുന്ന് ഒരു നെഗറ്റിവിറ്റി കിട്ടുന്നു അവിടെ നമ്മൾ അങ്ങനത്തെ ഒരു ഇതാണല്ലോ. പ്രേതമല്ല, അല്ലാതൊരു ഫീല് വരത്തില്ലേ. പ്രേതങ്ങളൊന്നും വിശ്വാസമില്ല, പേടിയുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ നമ്മൾ സപ്പോസ് ചേച്ചിയാണ് എൽസമ്മ എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അതൊരു വേറെ തലം തന്നെയാണല്ലേ. ഈ സിനിമ കൊണ്ട് അവസാനിക്കുന്ന സമയത്ത് ഒരു രണ്ടാം ഭാഗം നമുക്ക് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാവോ? രാഹുൽ ഇതൊന്നെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് അങ്ങനെയാണല്ലോ എൻ്റെ. അപ്പൊ നമ്മള് പ്രതീക്ഷിക്കും പ്രേക്ഷകരാണെങ്കിലും ഓക്കെ ഇതിന്റെ രണ്ടാം ഭാഗം ഉണ്ടാവുമായിരിക്കോ എന്നുള്ളത്. ഉണ്ടാവുമായിരിക്കും, ചിലപ്പോ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എൽസമ്മയ്ക്ക് വീണ്ടും ഒരു യാത്ര ഉണ്ടാവട്ടെ. ഇപ്പൊ ഫഹദ് ഫാസിലിന്റെ കൂടെ മലയൻ കുഞ്ഞിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഫഹദുമായിട്ടുള്ള? ഫഹദിനെ ഫസ്റ്റ് ഞാൻ കാണുന്നത് ഫോട്ടോഷൂട്ടിനാണ്. അപ്പോൾ ആള് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് നടന്നു പോയിട്ട് ഒരു 2 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് തിരിച്ചെന്നിട്ട് അമ്മയല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു നമുക്ക് കാണാട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നീട് ലൊക്കേഷനിൽ വെച്ച് കാണുമ്പം ചിരിക്കും. പിന്നെ ചേച്ചി സ്ഥലം എവിടാന്ന് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ സംസാരിച്ചിരിക്കുന്ന ആളൊന്നുമല്ല. അത്യാവശ്യം മാത്രം സീൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ കാണത്തുള്ളൂ. എന്നാലും സീനിൽ വരുമ്പോ ഉഷാറാണ്. എന്തേലൊക്കെ നല്ലതാണെങ്കിൽ ചേച്ചി നന്നായിരുന്നു എന്നൊക്കെ പറയും. ചേച്ചി നാടകങ്ങളിലൂടെയാണ്
സിനിമയിലേക്ക് എത്തുന്നത്. അപ്പം ഒരുപാട് നല്ല നാടകങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പം ഇറ്റ്ഫോക്കിലൊക്കെ തന്നെ കളിച്ച നല്ല നാടകങ്ങളായിട്ടുള്ള ഒഴിവ് ദിവസത്തെ കളി എന്നൊക്കെയുള്ള നല്ല നാടകങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നാടകങ്ങളിൽ നിന്ന് സിനിമയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു? ഞാൻ പ്രൊഫഷണൽ ഡ്രാമ ആർട്ടിസ്റ്റാണ്, ഞാൻ ഹസ്ബൻഡും അതെ. അപ്പം ഇടയ്ക്ക് 2013 കട്ടപ്പനയിൽ ദർശന എന്നും പറഞ്ഞിട്ടൊരു ഫിലിം സൊസൈറ്റി ഉണ്ട്. അപ്പം അവിടെ ഉണ്ണിയാറിൻ്റെ ഒഴിവ് ദിവസത്തെ കളി നരിപ്പറ്റ രാജുമാഷ് ഡയറക്റ്റ് ചെയ്ത്, ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ലിസ്റ്റിൽ കുറേ പേരുണ്ട്, ഞങ്ങളെല്ലാവരും അതിനകത്ത് ഉണ്ടായിരുന്നു. ഹസ്ബൻഡും അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പം അത് അങ്ങനെ തിയേറ്ററിൽ നിന്ന് 2 ചെയ്തിട്ടുള്ളൂ, ഒഴിവ് ദിവസത്തെ കളിയും പിന്നെ തോറ്റവരുടെ യുദ്ധവും. ശരിക്കും പറഞ്ഞാൽ ഈ ഒഴിവ് ദിവസത്തെ കളിയാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചതെന്ന് തന്നെ പറയാം. കാരണം അതിൽ ചെയ്ത് കൊറോണ ടൈമിൽ വീട്ടിലിരുന്ന സമയത്താണ് ഈ മലയും കുഞ്ഞിൻ്റെ ഓഡീഷൻ വരുന്നത്. അതിന് മുന്നേ ജല്ലിക്കെട്ട് ചെയ്തിരുന്നു കേട്ടോ. ജല്ലിക്കെട്ടായിരുന്നു ആദ്യ സിനിമ. ജല്ലിക്കെട്ടിൽ നമ്മുടെ അവിടെയായിരുന്നു അതിൻ്റെ ഷൂട്ട്, കട്ടപ്പനയിൽ. അപ്പോൾ ഹസ്ബൻഡും കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഓഡീഷന് പോകാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് പേടിയാണ്, കാരണം ഇത് ഓഡീഷൻ എന്താണോ ഉള്ളൊരു പേടിയാണ്. ഞാൻ പറഞ്ഞു ഇല്ലയെന്ന് പറഞ്ഞു. എനിക്ക് കൂട്ടുവായോ എന്ന് പറഞ്ഞു. എന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാനൊന്നും ചെയ്തില്ല, ഇവരൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു. തിരിച്ചിങ്ങ് ഇറങ്ങുന്ന സമയത്താണ് ടിനു പാപ്പച്ചൻ ചേച്ചി ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയാണ് നമുക്കിതിലേക്ക് ഒരു എൻട്രി തന്നത്. അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒരു ചെറിയൊരു ക്യാരക്ടറുണ്ട്, വരുന്നുണ്ടോ? അപ്പം പറഞ്ഞു അതൊരു ബാങ്ക് മാനേജറുടെ ഒരു ഇതുണ്ടായിരുന്നു, പോത്തോടി വന്ന് ബാങ്കിലേക്ക് വരുന്നൊക്കെ ഒരു സീനൊക്കെ ആയിരുന്നു. ഒരു 3 ദിവസം കാത്തിരുന്നു പോത്തോടി ബാങ്കിലേക്ക് വരാൻ. അപ്പം അത് ആണ് നമ്മുടെ ഫസ്റ്റ് സിനിമ. അത് കഴിഞ്ഞിട്ട് സാജൻ ബേക്കറി, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മലയും കുഞ്ഞിലെ ക്യാരക്ടർ വരുന്നത്. സിനിമയിലേക്ക് ശരിക്കും ഞാൻ ഇന്നായത് മലയും കുഞ്ഞിലൂടെയാണ്. സിനിമയിൽ അഭിനയിക്കണമെന്ന് ആദ്യ ഒരു മോഹം അങ്ങനെ ഉണ്ടായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കല്യാണത്തിന് മുന്നേ തന്നെ നമ്മുടെ വീടിനടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ അവിടെ ഷൂട്ടുണ്ടായിരുന്നു, വംശം സിനിമയിൽ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ആളെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഒന്ന് നമുക്ക് പോവാം. പറഞ്ഞു ഇല്ല, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല മോനെ, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. താല്പര്യമില്ല അവർക്കന്ന്. അന്നത്തെ ഒരു കാലമാണല്ലോ. അപ്പൊ അങ്ങനെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് മുതലേ. പിന്നെ ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിച്ചു. അഭിനയം കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നു? കുട്ടിക്കാലത്തെ അഭിനയം ഇഷ്ടമായിരുന്നു, പക്ഷെ അതിനു വേണ്ടിയിട്ടൊന്നും നിന്നിട്ടില്ല. സ്കൂളിലോ സ്കൂളില് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ വലിയ കാര്യമായിട്ടുള്ള അങ്ങനെ ഇല്ല. അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്ന പരിപാടികള്, ഗ്രൂപ്പ് സോങ്ങിന്റെ കൂടെ ഒക്കെ നിൽക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഇതിനകത്തേക്ക് ഒരു ആഗ്രഹം തോന്നി, ആക്ടിങ്ങിലേക്കൊരു. അപ്പൊ നാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, നാടകത്തിൽ നിന്ന് സിനിമയ്ക്ക് വരുമ്പോഴുള്ള ഒരു മേജർ ഡിഫറൻസ് എന്താ തോന്നിയിട്ടുള്ളത് ആസ് ആൻ ആക്ടർ? നാടകവും സിനിമയും രണ്ടും രണ്ടാണ്. കാരണം നാടകം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ടിങ്ങനെ സംസാരിക്കുന്ന പോലെ ചെയ്താൽ പോരല്ലോ. കാരണം നമ്മളുടെ റിയാക്ഷൻസ് കൂട്ടണം, ഡയലോഗ് മോഡുലേഷൻ, പിന്നെ സൗണ്ട്, ഇതെല്ലാം വെച്ചിട്ട് ഓവർ ചെയ്യണം ആളുകളിലേക്ക് എത്താൻ. പക്ഷെ സിനിമ അങ്ങനെയല്ലോ, നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലെങ്ങനെ ചെയ്യുന്നത് പോലെയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ രണ്ടും രണ്ട് തലമാണത്. സിനിമ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് രണ്ടും ഓക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് നാടകം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ സിനിമ ചെയ്യുന്നത് രണ്ടും എനിക്ക് രണ്ടും അങ്ങനെയായിട്ട് തോന്നിയിട്ടില്ല. ഏതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടും നല്ലതെന്ന് തന്നെ പറയാം. ഓക്കെ. എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ടൊക്കെ അഭിനയത്തിന് എങ്ങനെയായിരുന്നു? അതില്ലെങ്കിൽ ഇവിടെ വരെ എത്തൂലായിരുന്നു. ഹസ്ബൻഡാണ് ഏറ്റവും നമ്മളെ പുറകില് ഇങ്ങനെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ മക്കളും അവർ കുറേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് വരുന്ന സമയത്തൊക്കെ ആയിട്ട്. പിന്നെ ഈ ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ ദിവസങ്ങൾ മാറി നിൽക്കുമ്പോഴൊക്കെ അവർ കുറേ എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതില്ലാന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു. ശരിയാണ്. ഓക്കെ. ഇനി വരുന്ന അപ്കമിങ് പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? സർവമായി ഇറങ്ങാനുണ്ട്, ചെറിയൊരു പരിപാടിയാണ് അതിനകത്ത്. പിന്നെ ഇപ്പം ചർച്ചയിലിരിക്കുന്നു 2-3 മൂവീസ് ഉണ്ട്. അതൊക്കെ വലിയ താമസമില്ലാതെ തുടങ്ങുന്ന പരിപാടികളാണ്. എൻ്റെ മൂവിങ്ങിലാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ വിളികൾ വന്നിട്ടുണ്ടായിരുന്നോ പുതിയ സിനിമയിലേക്ക്? ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം എനിക്ക് പെട്ടെന്നൊരു മൂവി വന്നിട്ടുണ്ടായിരുന്നു. അത് റെഡി ആവുന്നേ ഉള്ളൂ.
നല്ല പരിപാടിയാണ്. ഓക്കെ ഓക്കെ. എനിവേ പുതിയ മൂവിയിലാണെങ്കിലും ഇനിയിപ്പോൾ അടുത്ത് വരുന്ന പടങ്ങളിലാണെങ്കിലും മികച്ച വേഷങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, നല്ല കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ, അതൊക്കെ പ്രേക്ഷകരിൽ തന്നെ നല്ല രീതിയിൽ എത്താൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക്